ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അൻസാരിയിൽ 3 ആൾക്കാരാണ് ഏറ്റവും സുഹൃദുള്ള ആൾക്കാർ. അള്ളാഹിനെ ഭയന്ന് ഏറ്റവും കൂടുതൽ ഉയർന്ന സ്ഥാനമുള്ള 3 അൻസാരികളാണ്. ഒന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു, 2 സഅദ് റളിയല്ലാഹു അൻഹു, 3 ആര്? ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഹദീസ് തിർമിദിയുള്ള ഹദീസാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം എന്ത് ചെയ്ത്, ഫിത്നത്തൊക്കെ വന്നപ്പോൾ എന്താണ് പറയുക, ഒഴുങ്ങി മാറി. എവിടേക്ക്? മിസ്രിക്ക് പോയിട്ട് ഒഴുങ്ങി മാറി. അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നിൽക്കണ അവിടേക്ക് വന്നിട്ട്, ഞങ്ങൾ മക്കത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ഇന്ന് ആരെങ്കിലും വരുന്നുണ്ടോ വന്നോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു വയസ്സായ ഒരാൾ പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് നിങ്ങളൊപ്പം. അപ്പോൾ അവരൊപ്പം പോയി. അങ്ങനെ അവരൊപ്പം പോയപ്പോൾ അവിടെ നിന്നിട്ട് ഖുതുബ ഓതി. അപ്പോൾ ഈ റിവായത്ത് ചെയ്യണ ഒരാൾ റജുലു മിൻ ബനി മുജാശ എന്ന് പറഞ്ഞ ഗോത്രത്തിലത്തെ ഒരാളാണ് ഇത് റിപ്പോർട്ട് ചെയ്യണ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആൾ പറയാണ്, ഞാൻ ഒപ്പമുള്ളവരോട് ചോദിച്ചു, ഈ ആളാരാ? കാണുമ്പോൾ ഭയങ്കര ഒരു ഭരണാധികാരിനോ ഒരാളോ കാണുമ്പോൾ ഇത്ര ഭയം തോന്നില്ല, ഭയങ്കര ബഹുമാനവും ഭയം തോന്നേണ്ട ഈ ആളെ കാണും. ഈ ആളാരാ? പറഞ്ഞു, ഇത് സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാഹിബ് ഷദ്ദാദ് ഇബ്നു ഔസാണ്. ഭയങ്കര സുഹൃദുള്ള മനുഷ്യനാണ്, ഭയങ്കര അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. ഇത് പേടി ഏതുവരെ എന്നറിയോ? രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. കാരണം കിടന്നിട്ട് ഉറങ്ങിനെ പെട്ടെന്ന് എണിച്ച് പറയും, അള്ളാഹ് അത് ഇന്നെ ഉണർത്തിയത് നാളെ നരകത്തിൻ്റെ ചൂടാണ്. എന്നിട്ട് എണിച്ച് നിസ്കരിക്കും ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അപ്പോൾ ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വസിയ്യത്ത് പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു വസിയ്യത്ത് ഞങ്ങളോട് പറഞ്ഞുതരാം, അത് നിങ്ങൾ എഴുതിക്കോന്ന് പറഞ്ഞു. എഴുതണ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു റിപ്പോർട്ടിൽ ഈ വാക്കുകൾ നിങ്ങൾ കൻസായിട്ട് നിങ്ങൾക്കത് സൂക്ഷിച്ചോ, ചൊല്ലിക്കോ. അത് കൻസാണ്. കൻസിന് എന്താ പറയുക? നിധിയാണ്. ആൾക്കാർ നിധി തേടി നടക്കുമ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ എടുത്തോ, ഇതാണ് നിധി എന്നിട്ട് പറഞ്ഞ്. എന്നിട്ട് എന്താണ് പറയുക? ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ ഷദ്ദാദ്, ഒരു ഹദീസിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവേ എല്ലാവരോടും പറഞ്ഞെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات ഫിൽ അംർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات ഫിൽ അംർ. അല്ലാഹു ഈ കാര്യത്തിൽ, അതായത് ദീൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കണ, ഉറപ്പിച്ച് നിർത്തണ റബ്ബേ. വൽ അസീമത അല റുഷ്ദ്, റുഷ്ദ് എന്ന് പറഞ്ഞാൽ വിവേകം, അതായത് എല്ലാ കാര്യത്തിലും ഒരു തൗഫീഖ് തരണേ. വ അസ്അലുക ശുക്ര നിഅമതിക്, റബ്ബിൻ്റെ നിഅമത്ത് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് തരണേ. വ ഹുസ്ന ഇബാദതിക്, ഇബാദത്ത് ചെയ്യാനുള്ള നന്നായിട്ട് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് തരണേ എന്ന് പറഞ്ഞ്. വ അസ്അലുക, ഒരു റിപ്പോർട്ടിൽ ഖൽബൻ സലീമ, നല്ല കൽബ് തരണേ. വലിസാനൻ സാദിഖ, വലിസാനൻ സാദിഖ, നല്ല സത്യം പറയുന്ന നാവിനെ തരണേ. വേറെ റിപ്പോർട്ടിൽ വയഖീനൻ സാദിഖ, ഉറപ്പ് തരണേ, സാദിഖായ ഉറപ്പ് തരണേ. എന്നിട്ട് പറഞ്ഞ് വഖുലുഖൻ മുസ്തഖീമ, നേരെ, അതായത് നല്ല സ്വഭാവം, ആൾക്കാരെ പറ്റിക്കണതോ ദീനിനെ കളിയുന്ന രീതിക്കല്ല, നല്ല സ്വഭാവം. എന്താണ്? വഖുലുഖൻ മുസ്തഖീമ, ഖുലുഖൻ
മുസ്തഖീം. എന്നിട്ട് പറഞ്ഞു വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, റബ്ബ് അറിയുന്ന എല്ലാ ഖൈരിന്നും ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, റബ്ബ് അറിയുന്ന ഷർറിന്നൊക്കെ എനിക്ക് മോചനം എന്താണ് ഞാൻ കാവലിനെ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, റബ്ബേ ഇന്ത്യത്ത് നിന്ന് വന്ന എല്ലാ തെറ്റും റബ്ബിന് അറിയാലോ, ഞാൻ അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ആ എല്ലാ കാര്യം റബ്ബിന്റെ ഇൽമിൽ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, അല്ലാഹുവിന് എല്ലാതും അറിയാം. അപ്പോൾ അല്ലാഹുവിന് പറയാം അല്ലാഹുവിന്റെ അറിവിലില്ലേ എൻ്റെ തെറ്റുകളൊക്കെ, ആ അറിവിലുള്ള തെറ്റുകളൊക്കെ പുറത്തെറിഞ്ഞു. അസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, റബ്ബേ റബ്ബ് എല്ലാം അറിഞ്ഞിക്കിടക്കുന്നതും അറിയുന്നവനാണ് റബ്ബേ, അതുകൊണ്ട് പുറത്തെറിഞ്ഞു. ഇതിനെ റസൂൽ പറഞ്ഞെന്താ കൻസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഹദീസ് പഠിക്കാത്തവർ എഴുതിയിട്ട് നോക്കിയിട്ടെങ്കിലും വായിക്കുക. കാരണം റസൂൽ പറഞ്ഞത് കൻസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നുകൂടിയും പറയുക, എഴുതിയെടുക്കാൻ പറ്റണവർ എഴുതിയെടുക്കുക, അല്ലാത്തവർ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക, എന്തേലും അത് അവിടെ ഉണ്ടാവുക. കാരണം അത് ഒരു മനുഷ്യന് നിധി എന്ന് റസൂൽ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിധി എന്ന് പറഞ്ഞത് നമ്മൾ സൂക്ഷിച്ചേ മതിയാവോ. നിധി എന്ന് പറഞ്ഞത് അതായത് നാളെ ഒന്നുമില്ലാത്തോടത്ത് കിട്ടാനുള്ള നിധി കിട്ടുമ്പോൾ സന്തോഷിക്കും ഒരു മുഅ്മിൻ. ആ നിധി നാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ദുആ അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും ആ നിധി കിട്ടും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر والعزيمة على الرشد. اللهم إني أسألك الثبات في الأمر والعزيمة على الرشد. اللهم إني أسألك الثبات في الأمر والعزيمة على الرشد وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وخلقا مستقيما وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب.